ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ കൊച്ചടുക്കളയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. അതായത് ലഞ്ച് മേക്കിംഗ്. ഇന്നും നമ്മളൊരു തനി നാടൻ ലഞ്ച് ഉണ്ടാക്കാൻ പോണു. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടും നാടൻ ലഞ്ച് തന്നെയാണ്. വളരെ അപൂർവമാണ് അല്ലാത്ത ലഞ്ച് വരുന്നത്. അത് കൂടുതലായിട്ടും ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലോ, പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യുന്നതാണെങ്കിലോ, എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാമല്ലോ. നമ്മുടെ മാജിക് അവന് വേണ്ടിയൊക്കെ ഞാൻ പുതിയ പുതിയ വിഭവങ്ങൾ ചെയ്തു. അങ്ങനെയൊക്കെയാണ് കൂടുതലും ചിക്കനും മട്ടണും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാറ്. പക്ഷേ അതും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പിന്നെ ചിക്കൻ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താ അറിയോ, ചിക്കൻ ഫ്രൈ അനുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു നോൺ വെജ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി പുരട്ടി അടച്ച ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചേക്കും, സൂക്ഷിച്ച് മാറിനേറ്റ് ചെയ്ത്. ഓരോ ദിവസവും ആവശ്യാനുസരണം എടുത്ത് വറുക്കും. അപ്പോൾ ഒരു കോഴി എടുത്ത് വെച്ചാൽ ഒരു 4 ദിവസത്തേക്കൊക്കെ വറുത്തെടുക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് പേരൊന്നും, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും അങ്ങനെ ഭയങ്കരമായിട്ട് നോൺ വെജ് കഴിക്കില്ല, കുറച്ച് എല്ലാവരും കഴിക്കാറുള്ളൂ. എനിക്ക് കൂടുതലും നാടൻ. എനിക്കൊരു ചമ്മന്തിയും തൈരും, പുളിയില്ലാത്ത തൈരും ഉണക്കമീൻ ഫ്രൈ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം ഓക്കെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് അത് മാത്രം പാടില്ലല്ലോ, നമ്മൾ കുറച്ച് വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടി ചേർത്തിട്ട് നല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തായാലും 2 സൈഡ് ഡിഷ് വെജിറ്റബിൾ മിക്കവാറും കാണും. ഒഴിക്കാനൊരു കറി ഉണ്ടാവും. മീനുണ്ടെങ്കിൽ മീൻ, അല്ലെങ്കിൽ ചിക്കൻ എന്തായാലും പുരട്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ തുടങ്ങാൻ പോകുന്നു, കൂടുതൽ കത്തി വയ്ക്കുന്നില്ല. അപ്പോൾ ഇന്ന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് മഷ്റൂം. നമ്മുടെ നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ മഷ്റൂം കൂൺ കൃഷിയുണ്ടല്ലോ, പല വീടുകളിലും കോട്ടേജ് ഇൻഡസ്ട്രി പോലെ. അത് സുലഭമായി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ ഓയിസ്റ്റർ മഷ്റൂം കൊണ്ടാണ് ഞാനിന്നൊരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ തോരനല്ല, കുറച്ച് ഡിഫറെൻ്റാണ്. പിന്നെ ഒഴിക്കാനായിട്ട് പാവയ്ക്ക കൊണ്ടൊരു കാര്യം. പിന്നെ ഞാൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒരു പച്ചടി, മത്തങ്ങ പച്ചടി. അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്നു. തുടങ്ങാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കി തുടങ്ങാം. ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. പാവയ്ക്കയുണ്ട്, പഴുത്ത മത്തൻ, ടൊമാറ്റോ, കുറച്ച് മഷ്റൂംസ്. ഇതാണ് ഓയിസ്റ്റർ മഷ്റൂം. ഇത് 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതിന് പേൾ ഓയിസ്റ്റർ മഷ്റൂം എന്നും പറയും. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു വൈൽഡ് മഷ്റൂമാണ്. മരത്തിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് വീടുകളിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അത് വൈക്കോല് പോലുള്ള മാധ്യമങ്ങൾ കവറിനകത്ത് വെച്ചിട്ട് അതിനകത്ത് ഇതിൻ്റെ വിത്തൊക്കെ ഇട്ടിട്ട് ഇത് വളർത്തിയെടുക്കുന്നുണ്ട്. മഷ്റൂം കൃഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. കോട്ടേജ് ഇൻഡസ്ട്രി പോലെ ഇത് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ഇത് പല കാര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. സൂപ്പിൽ, സ്റ്റൂ ഉണ്ടാക്കുന്നതിൽ, ഒരു മീറ്റിൻ്റെ ഒരു കറക്റ്റ് ഇറച്ചിക്ക് ഒരു പറ്റിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇത്. ജപ്പാനിലും കൊറിയയിലും ചൈനയിലും ഒക്കെ ഇത് ഭയങ്കര ഡിമാൻഡാണ് ഈ ഓയിസ്റ്റർ മഷ്റൂം. പിന്നെ ഓയിസ്റ്റർ സോസിൽ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഡി ലെവൽസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഓസ്റ്റിയോപൊറോസിസ് ആൻഡ് ആർത്രൈറ്റിസിനൊക്കെ നല്ലതാണ്. ബാഡ് കൊളസ്ട്രോൾ ലെവൽസ് കുറച്ചുകൊണ്ട് വരും. പിന്നെ അനീമിയ മുതലായ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഭയങ്കര നല്ലതാണ്. കാര്യം ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കും, ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടും ഇത് ഭയങ്കര ന്യൂട്രിറ്റീവും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, വളരെ നല്ല കാര്യമാണ്. ഈ ഓയിസ്റ്റർ മഷ്റൂമിനെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അമർത്തി പിഴിഞ്ഞെടുക്കാം. കാരണം ഇതിനകത്ത് കുറേ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട്, വാട്ടർ കണ്ടൻറ്റ്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴുകിയെടുക്കും കൂടി ചെയ്തപ്പോൾ കുറച്ചുകൂടി വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഉള്ളിൽ നിന്നും വെള്ളം ധാരാളമായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ ബാക്കി വന്ന വെള്ളം കണ്ടു, ഇതിനകത്തുനിന്ന് പിഴിഞ്ഞെടുത്താണ്. പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓയിസ്റ്റർ മഷ്റൂമിനെ ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ള വെള്ളം അത് വേകാനായിട്ട് അതിന് തന്നെ ഗുണമായിട്ട് വരും. അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയാം. ഇനി ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. 4 വറ്റൽ മുളക് മുറിച്ചിടുന്നു. കറിവേപ്പില, എല്ലാം പാകത്തിന് മൂത്തു. ഇനി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞത് അതും കൂടി ചേർക്കുന്നു. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഷ്റൂം തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാകത്തിനൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും നല്ല ടെൻഡറായി, അതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങുന്നു. ഇനി ചോപ്ഡ് മഷ്റൂംസ് ചേർക്കാൻ പോകുന്നു. ആ ചോപ്ഡ് മഷ്റൂം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കഴുകി ഊറ്റി നല്ല പിഴിഞ്ഞെടുത്താണ്. അത് 3 സ്റ്റേജസ് ആയിട്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഈ പാത്രം ഇച്ചിരി ചെറുതാണ്. പക്ഷേ ഈ മഷ്റൂം ഇങ്ങനെ ചുരുങ്ങും ഒന്ന് വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ. അന്നേരം നമുക്ക് സ്ഥലം കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അത് ചുരുങ്ങി വരും.
ഇനി ബാക്കി മഷ്റൂം കുറച്ചുകൂടി ചേർക്കുന്നു. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നു. നന്നായി വഴറ്റി യോജിപ്പിക്കാം. അപ്പോൾ വീണ്ടും എല്ലാം കൂടി വഴണ്ട് വരുമ്പോൾ ഇങ്ങനെ ചെറുതായി ചുരുങ്ങുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് ബാക്കിയിരിക്കുന്ന മഷ്റൂം പീസസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഇനി എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റി പാത്രം അടച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാര്യം ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് വേകും. അതിൻ്റെ ആവി മാത്രം മതി, പെട്ടെന്ന് കുക്കാവും. ഇതേ നോക്കിയേ, മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തു. ഇതിൽ മഷ്റൂം ഏതാണ് ഉള്ളി ഏതാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അല്ലേ. എല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡായി വെന്ത പാകത്തിന്, വെള്ളം ഒന്നുമില്ല, കറക്റ്റ് പറ്റിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളും കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇതൊരു ഇറച്ചി തോരൻ പോലെയാണ് കേട്ടോ. ഏകദേശം സത്യം പറഞ്ഞാൽ ആ ടേസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഈ മസാലയൊക്കെ ചേർക്കുന്നുണ്ട്, ആ ഒരു മണവും കൂടി കിട്ടും. ഫൈനലായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി എല്ലാം കൂടി വഴറ്റി അങ്ങനെ മഷ്റൂം തോരൻ പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞു. തീ ഓഫാക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്താ മണമെന്നറിയോ, അയ്യോ രക്ഷയില്ല. നല്ലൊരു എന്താ പറയുക, നോൺ വെജ് ഡിഷിൻ്റെ മണമൊക്കെയാണ് വരുന്നത്. ഇതൊരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇറച്ചിക്ക്. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് മത്തങ്ങ ടൊമാറ്റോ പച്ചടി ഉണ്ടാക്കാൻ പോകണു. ഇത് നോക്കിയേ, പഴുത്ത മത്തൻ അതിൻ്റെ തൊലിയെല്ലാം മാറ്റി നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് വരും. 2 ടൊമാറ്റോയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും റെഡിയാണ്. ചട്ടിയിലേക്ക് ആദ്യം മത്തൻ്റെ കഷ്ണങ്ങൾ, ടൊമാറ്റോ അരിഞ്ഞതും, പച്ചമുളക് അരിഞ്ഞതും, ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നു. 1/2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. ഇനി തീ കത്തിച്ചിട്ട് ഇതൊന്ന് വേകട്ടെ. ഇപ്പോൾ നോക്കിയേ, പാകത്തിന് വെന്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വെന്തിങ്ങനെ കലങ്ങി കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ആ ടൈപ്പ് മത്തങ്ങയാണ് ഞാൻ വാങ്ങിയിരുന്നത്. ആ ഒരു ഉറപ്പുണ്ട്, എന്നാൽ പഴുത്തതുമാണ്. വെന്തുടഞ്ഞിങ്ങനെ കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്താൽ അത് അമർന്ന് വരും. കുറച്ച് വെള്ളവും ബാക്കിയുണ്ട്. പക്ഷേ ഈ വെള്ളം കുഴപ്പമില്ല, അടുപ്പിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കാം. കാര്യം ഇരുന്നൊന്ന് തണുക്കട്ടെ. ആ സമയം ചട്ടിയിലിരുന്ന് തന്നെ ഈ വെള്ളം വറ്റിക്കോളും. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് മത്തങ്ങാക്കൂട്ട്. ഇത് നോക്കിയേ, ഓക്കെയാണ്. ഇനി നല്ല കട്ടിത്തൈര്, അധികം പുളിയില്ലാത്തത് ചേർക്കുന്നു. ഏകദേശം 1 മുതൽ 1.5 കപ്പ് വരെ ആകാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ ഇനി വേണമെങ്കിലും ചേർക്കാമല്ലോ. ഇനി പക്ഷേ ഇതൊന്ന് താളിക്കണം. ഈ താളിപ്പ് ഇതിൽ വളരെ പ്രധാനമാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. 4 ചെറിയ ഉള്ളി സ്ലൈസസ് ആയിട്ട് മുറിച്ചതും, ഒരു 4 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർക്കുന്നു. കറിവേപ്പില. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി മൂപ്പിക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി നേരെ പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇതാണ് നമ്മുടെ മത്തങ്ങ ടൊമാറ്റോ പച്ചടി. അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തത് പാവയ്ക്ക ഒഴിച്ച് കറിയും കൂടി ഉണ്ടാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു 15 കൊച്ചുള്ളി 2ആയിട്ട് മുറിച്ചത് ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർക്കുന്നു. ഇനി പാവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് 2 പാവയ്ക്കയാണ്. ഇത് അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പുരട്ടി അല്പസമയം വെച്ചിരുന്നു. ഉപ്പ് പുരട്ടി വെക്കുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ
വരും അതിനകത്ത്. അതിങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തണം. അപ്പോൾ കയ്പ്പ് ഒരു പരിധിയിൽ കൂടുതൽ മാറിക്കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊക്കെ നിറമൊക്കെ മാറി വരണം പാവയ്ക്കയുടെ. ഇതേ നോക്കിയപ്പോൾ ഇപ്പോൾ പാവയ്ക്കയുടെ നിറമൊക്കെ ചെറുതായി മാറി തുടങ്ങുന്നു. ചില പാവയ്ക്കയുടെ കഷ്ണമൊക്കെ ബ്രൗൺ ആകുന്നുണ്ട്. ഇത്രയൊക്കെ മതി. ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തീ അല്പം കുറയ്ക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ നിറച്ച മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, അതായത് കുമിച്ചെടുത്തിരിക്കുവാണ്, ഹീപ്ഡ് ടീസ്പൂൺ എന്ന് തന്നെ പറയാം. ഇനി 1 ടീസ്പൂൺ നിറച്ച മല്ലിപ്പൊടി, 1 ടീസ്പൂണാണ് കേട്ടോ, 1 ടീസ്പൂൺ ഹീപ്ഡായിട്ട് എടുക്കുന്നു മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂക്കണം. ഇതിപ്പോൾ നല്ല ചട്ടി നല്ല ചൂടായി കിടക്കില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ എല്ലാ പാകത്തിനും മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റുന്നു. കൽച്ചട്ടിയിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. ഈ പുളിവെള്ളം ഈ 3 കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ, വെട്ടി തിളയ്ക്കട്ടെ നന്നായിട്ട്. ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങി. ഈ വെള്ളത്തിലേക്ക്, അതായത് പുളി ചേർത്ത വെള്ളമാണിത്, ഇതിലേക്ക് പാവയ്ക്ക, ആ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന പാവയ്ക്കയുടെ കൂട്ട് ചേർക്കുന്നു. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നാണ് പാവയ്ക്ക വേകേണ്ടത്. 2 തൊണ്ടമുളകും കൂടി മുറിച്ചത് ചേർക്കാം. ഈ തൊണ്ടമുളക് ട്രിവാൻഡ്രം സ്പെഷ്യലാണ്, ഇതില്ലാത്തവർ പച്ചമുളക് ചേർത്താലും മതി. ഇനി എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പോൾ മുളക് വേകണം, പാവയ്ക്ക വേകണം, ഒക്കെ ഈ പുളിവെള്ളത്തിൽ കിടന്നാണ് വേകാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിയേ, നന്നായി വെന്ത് കുറച്ച് ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി എല്ലാം കൂടി കിടന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ പാവയ്ക്ക ഒഴിച്ച് കറി റെഡിയായി കഴിഞ്ഞു. ഇനി അതൊന്ന് താളിക്കണം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം, ഒരു 4 വറ്റൽ മുളക് മുറിച്ചതും, ആവശ്യത്തിന് കറിവേപ്പിലയും. എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് കറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കിയേ, കറി എന്ത് ഭംഗിയായിരിക്കണം അല്ലേ, പാവയ്ക്ക ഒഴിച്ച് കറി. ആഹാ, നല്ല കാണാൻ മാത്രമല്ല കേട്ടോ, എന്താ ടേസ്റ്റ് അറിയോ. ആദ്യം കയ്പൊന്നും ഉണ്ടാവില്ല, പാവയ്ക്കയുടെ കയ്പൊന്നും അങ്ങനെ കാണില്ല. നല്ല ടേസ്റ്റാണ് ഇത് ചോറിലൊഴിച്ച് കഴിച്ചാൽ. അപ്പോൾ ഈ കറിയും റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ അടുപ്പിൽ ചിക്കൻ ഫ്രൈ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നത്. ഇവിടെ മിക്കവാറും ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്, മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്. റൈസ് ഓൾറെഡി ഊറ്റി മാറ്റി കഴിഞ്ഞു. അപ്പം ലഞ്ച് റെഡിയായി എന്ന് തന്നെ പറയാം. പാവയ്ക്ക ഒഴിച്ച് കറി റെഡി, മത്തങ്ങ ടൊമാറ്റോ പച്ചടി റെഡി, മഷ്റൂം തോരനും റെഡി. അങ്ങനെ ടേസ്റ്റി ലഞ്ച് റെഡിയാണ്. നാടൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇനി വിളമ്പുന്നതും കഴിക്കുന്നതും അതും കൂടി കാണാം. ഇന്ന് ഒരുപാട് സമയമൊന്നും ഇല്ല ആക്ച്വലി പറഞ്ഞാൽ. എനിക്ക് ഉച്ച കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നൊരു ഷോപ്പിങ്ങിനും പോകാൻ പ്ലാനുണ്ട്, കുറച്ച് സാരീസൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ കടയിലും പോകണം, അതിനിടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോൾ പോകാൻ പറ്റുന്നതല്ല, എന്തായാലും ഞാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് ഐറ്റംസൊക്കെ ടേബിളിൽ വന്നു കഴിഞ്ഞു. ഇരുന്ന് തന്നെ കഴിച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നെടുത്ത് നോക്കി. നല്ല മട്ട റൈസ്, ചമ്പാവരി എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. ഇതേ പാവയ്ക്ക ഒഴിച്ച് കറി. തീയലാണോയെന്ന് ചോദിച്ചാൽ തീയലല്ല എക്സാക്ട്ലി, പക്ഷേ വ്യത്യാസമുണ്ട്. അടിപൊളിയായിട്ട് ഭയങ്കര നല്ല ടേസ്റ്റാണ്. മാത്രമല്ല പാവയ്ക്ക ഹെൽത്തിയാണ്. ഇത് ആണ് ഒഴിച്ച് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റായിട്ട്. എന്താ മഷ്റൂം തോരനാണെങ്കിൽ ഏതാണ്ട് കൊഞ്ചോ കണവയൊക്കെ വെച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ചിപ്പിയെല്ലാം ചെയ്യില്ലേ, അതുപോലെ ഇരിക്കും കാണുമ്പോഴും. ടേസ്റ്റും ഒക്കെ അങ്ങനെയാണ്, സോഫ്റ്റ്. ഇതിൽ പെപ്പർ ആൻഡ് പച്ചമുളക് അത് മാത്രമേ ഉള്ളൂ. മത്തങ്ങ ടൊമാറ്റോ പച്ചടി ആക്ച്വലി പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ പച്ചടി പോലെ തോന്നും അല്ലേ. ടേസ്റ്റ് ഭയങ്കര നല്ലതാണ്. വെരി യമ്മി. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഞാൻ റെസിപ്പി അങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, കാര്യം ഇതൊരു യൂഷ്വൽ സംഭവമാണ്, ഫ്രൈഡ് ചിക്കൻ. ഇനി ചോറ് വിളമ്പട്ടെ. ആദ്യം കുറച്ച് ചോറ് ഞാൻ കുറച്ച് കൂടുതൽ വെക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ തംബ്നെയിൽ ഫോട്ടോസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ അത് കാണുമ്പോൾ കുറച്ച് നിറഞ്ഞിരിക്കണമല്ലോ. ഓയിസ്റ്റർ മഷ്റൂം, ഇതിപ്പോൾ ബട്ടൺ മഷ്റൂം ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം ആണെന്നേ ഉള്ളൂ. തോരൻ ഒരു ഇറച്ചി മസാലയൊക്കെ ചേർത്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു ഇറച്ചിയുടെ ഒരു മണവും ഗുണവും ഒക്കെ കിട്ടും. അറിയാമല്ലോ മഷ്റൂംസിൻ്റെ എന്താണ് അതിനകത്തുള്ള ന്യൂട്രിയൻസ് എന്നുള്ള കാര്യം, ഭയങ്കര നല്ലതാണ്.
പഴുത്ത മത്തങ്ങ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. മത്തങ്ങ, ടൊമാറ്റോ, പച്ചടി, ഒരു പീസ് ചിക്കൻ വെച്ചേക്കാം. ഒരു പീസ് ചിക്കൻ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമല്ലോ ഈ ഒരു മെനുവിൻ്റെ കൂടെ. ആൻഡ് ഫൈനലി പാവയ്ക്ക ഒഴിച്ച് കറി. പാവയ്ക്കയും ഉള്ളിയും കൂടിയാണ് നമ്മളതിൽ കഷ്ണങ്ങളായിട്ട് ഇട്ടിരിക്കുന്നത്, വഴറ്റി ചേർത്തത്. കുറച്ച് പാവയ്ക്കയുടെ പീസസ് കൂടി എക്സ്ട്രാ ഞാൻ ഇത്ര തന്നെ ധാരാളം. പിന്നെ ഒരു അച്ചാറും കൂടി വേണമെങ്കിൽ ഇവിടെ വയ്ക്കും. നമ്മുടെ നാരങ്ങ കട്ടിക്കുണ്ടാക്കിയ തിക്കായിട്ടുള്ള അച്ചാറാണിത്, നാരങ്ങ അച്ചാർ. എല്ലായി. ഇനി ലാസ്റ്റ് ഞാൻ സാധാരണ കുറച്ച് തൈരും കൂടി ഉപയോഗിക്കും കേട്ടോ. ഇതിൽ സ്ഥലമില്ല വയ്ക്കാൻ, അതാണ് പ്രശ്നം. പപ്പടത്തിന് പകരം കുറച്ച് ബനാന ചിപ്സും കൂടി ആയാലോ. യെസ്, മിക്സ്ചർ കൂട്ടി കഴിക്കും, ഇതുപോലെ ചിപ്സ് കൂട്ടി കഴിക്കും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പപ്പടം തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. മാറി മാറി ഉള്ള സാധനം വെച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കാൻ പോകുന്നു. യെസ്, പിന്നെ പാവയ്ക്ക ഒഴിച്ച് കറിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ഇത് അത്യാവശ്യം പുളിയും എരിവും ഒക്കെ ഉണ്ട്. പാവയ്ക്കയുടെ കഷ്ണങ്ങളും കിട്ടും. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട്. പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ 2 മെത്തേഡുണ്ട്. പാവയ്ക്ക അരിഞ്ഞിട്ട് പുളിവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴുകിയെടുത്താൽ ഒരു പരിധി കൂടുതൽ അതിൻ്റെ കയ്പ് മാറും. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ കുറേ കുറച്ച് ഉപ്പൊക്കെ പുരട്ടിയിട്ട് ഇച്ചിരി മാറ്റി വെച്ചു, എന്നിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് കഴുകിയെടുത്ത്. അപ്പോഴും കയ്പ് നല്ലോണം കുറയും. പിന്നെ ഇതിൽ പുളി ചേർത്തിട്ടല്ലേ വേവിച്ചത്. ഈ മത്തങ്ങ പച്ചടി, മത്തങ്ങ ആൻഡ് ടൊമാറ്റോ പച്ചടി. ഇത് മത്തങ്ങയുടെ പീസസ് ആക്ച്വലി പറഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഉടഞ്ഞങ്ങോട്ട് ഭയങ്കര പേസ്റ്റി ആകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഉടച്ച് കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെ. ചെറിയൊരു പഞ്ചസാര ഇട്ടിരുന്നല്ലോ, 1 സ്പൂൺ. മധുരമാണോ എന്ന് വെച്ചാൽ അങ്ങനെ മധുരമൊന്നുമല്ല, പക്ഷേ സൂപ്പർബ് ടേസ്റ്റാണ്. ക്രീമി ഫീൽ. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ഈ പാവയ്ക്ക വിത്ത് മത്തങ്ങ പച്ചടി. ആൻഡ് ഇത് നമ്മുടെ കൂണ് മഷ്റൂം തോരൻ. നല്ലൊരു ഇറച്ചിയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട്. ഇറച്ചിത്തോരനോ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിപ്പി, കണവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീ ഫുഡ് തോരൻ വെച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ മാട്ടിറച്ചി കൊത്തിയെടുത്തിട്ട് തോരൻ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മാംസ്യമുള്ള കാര്യമാണ് മഷ്റൂം എൻ്റെ വലിയ ഫേവറേറ്റ് അല്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മാഞ്ചസ്റ്ററിൽ പോയതിന് ശേഷമാണ് മഷ്റൂം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ചെസ്റ്റ്നട്ട് മഷ്റൂമിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എക്സലൻ്റാണ്. ഇടയ്ക്ക് ചിപ്സ്. വിഷ്ണുവാണ് ചിപ്സിൻ്റെ ആൾ ശരിക്കും പറഞ്ഞാൽ. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് കോമ്പിനേഷൻ സാമ്പാർ, തൈര് രണ്ടും കൂടെ മിക്സ് ചെയ്യും. കണ്ണിമാങ്ങ അച്ചാർ ഒഴിക്കും. കുറേ പപ്പടം ഇല്ലെങ്കിൽ ബനാന ചിപ്സ് ഇതുപോലെ എടുത്ത് ക്രഷ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ്. ഇതൊക്കെ കഴിക്കുമ്പോൾ അവനെയാണ് ഓർമ്മ വരും. ചിക്കൻ ഫ്രൈ അത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. പിന്നെ ഇരുന്നോട്ടെ, അത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് അത് നശിപ്പിക്കുന്നു എന്നാണ് തോന്നുന്നത്. നോൺ വെജ് വന്നപ്പോൾ വെജല്ലേ നല്ലത്. ചില സമയത്ത് അങ്ങനെ തോന്നും. നാരങ്ങ അച്ചാറും കൂട്ടി, ഈ നാരങ്ങ അച്ചാർ വെച്ചിരിക്കുന്ന ലാസ്റ്റ് തൈരിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പോകുന്ന വിശേഷങ്ങൾ, ഷോപ്പിംഗാണ്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സാരി ഷോപ്പിംഗ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാം. ഓക്കെ, എന്നിട്ട് കമൻറ്റ് ബോക്സിലേക്കും വരാം.
അപ്പോൾ വീട്ടിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, ബാക്കി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഒരു ഷോപ്പിങ്ങിന് ഉച്ചയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാണ്, ഉച്ച കഴിഞ്ഞ്, അതായത് വൈകുന്നേരം 4 മണിക്കെങ്കിലും. പക്ഷെ ഒരുപാട് ലേറ്റായി. എങ്കിലും സാരമില്ല, കട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്താം. പാർത്താസ് വരെ പോവാണ്. മാജിക് അവന് വേണ്ടി കുറച്ച് സാരീസൊക്കെ എടുക്കാമെന്ന് വെച്ചു, കോട്ടൺ സാരീസ്. സാധാരണയായിട്ട് ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ പോകുന്നത് മാജിക് അവൻ്റെ ഷൂട്ടിൻ്റെ ആ ദിവസം. ഇപ്രാവശ്യം ഒരു മാറ്റം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇച്ചിരി നേരത്തെ പോകുന്നു. ഒരുപാട് നേരത്തെ ഒന്നുമല്ല, ഒരു 4-5 ദിവസം മുന്നേ. ഓക്കെ, അപ്പോൾ പാർത്താസിൽ പോയി. ഞാൻ മാജിക് അവൻ്റെ സാരീസ് എടുക്കുന്ന എവിടെ നിന്നാണ് കൂടുതലായിട്ടും. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്നത് കാണാം. രാത്രി കാലത്ത് ഈ ഷോപ്പിംഗ്, കട അടയ്ക്കുന്നതിൻ്റെ ഒരു 3/4 മണിക്കൂർ മുന്നേ അവിടെ എത്തുന്നു. അത്ര ഇവിടെ അടുത്താണ്, പെട്ടെന്ന് എത്തും. സാരി സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. സാരി, കോട്ടൺ സാരീസ്. ഇപ്പൊ ഇതാണല്ലോ, ഇപ്പൊ ഇതാണോ ഫാഷൻ? ആ, ഇത് കൊള്ളാൻ വെച്ചു. ബ്ലാക്ക് ആൻഡ് യെല്ലോ. ഇതെന്താ വില? 2800 വിത്ത് ബ്ലൗസ് അല്ലേ? ഓക്കെ. പല കളേഴ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. 2775. ഇതെല്ലാം കോട്ടയാണ്. അല്ല, കളർ കോമ്പിനേഷൻസ് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓൾ നൈസ്. കോൺട്രാസ്റ്റ്. ഇത് കൊള്ളാം. നല്ല അടിപൊളിയാണ്. യെസ്, അടിപൊളിയാണ്. നല്ല കളേഴ്സ്. പിന്നെ യെല്ലോ ആൻഡ് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് ഓൾസോ അടിപൊളിയല്ലേ ഇത്? ഇത് എനിക്കിഷ്ടമുള്ള കളേഴ്സാണ്. ഇത് കോട്ടൺ പ്ലെയിൻ. മനസ്സിലായി. ഇതെല്ലാം കോട്ടയുടെ കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടതല്ല. ഇത് കോട്ടൺ കോട്ട. ഇത് ഓക്കെ. പാരറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക്. അതിൻ്റെ ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ എല്ലാത്തിനും ഇങ്ങനെ ബ്ലൗസ് ഉണ്ട്. ഈ കളറും നല്ല കോമ്പിനേഷനാണ്. നൈസ്. ഇതും നല്ലതാണ്. പക്ഷെ ഞാൻ കൂടുതലും കോട്ടൺ ആണ് മാജിക് ഓൺ ഉപയോഗിക്കുന്നത്. എങ്കിലും ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ കോട്ടനെ കാട്ടി കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂവ്മെൻ്റ് ഉള്ളത്. ഇതെൻ്റെ ബ്ലൗസ്. ബ്ലാക്ക് ആൻഡ് പിങ്ക്, റസ്റ്റൽ. ഒരു അതെ, അങ്ങനത്തെ ഒരു കളർ. ഒരു ബ്രൗൺ ആൻഡ് മെറൂണിഷ്. ഇതിൻ്റെ ബ്ലൗസ് ഇതായിരിക്കും അല്ലേ? നല്ലതാ. ബ്ലൗസ് കൊള്ളാം കേട്ടോ. നൈസ്. ദിസ് ഇസ് ദ ബ്ലൗസ്. ഇഷ്ടപ്പെട്ടല്ലേ സ്വന്തമായിട്ട്? അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ബ്ലൗസ്. ഓക്കെ, കോട്ടൺ ബ്ലൗസാണ്. കോട്ടൺ കോട്ട സാരി കോൺട്രാസ്റ്റ്. ദിസ് ഇസ് ദ ബെസ്റ്റ്. ഐ ലൈക്ക് ദിസ്. മഞ്ഞ ബ്ലൗസ് ആയിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് മഞ്ഞയാണോ? ഓക്കെ, ഇത് തന്നെ. നല്ല മഞ്ഞ, ബ്രൈറ്റ്. യെസ്. ഇനി സാധാ കോട്ടണിലേക്ക് പോകാം നമുക്ക്. HP കോട്ടൺ. എന്താ വില? 780 വിത്ത് ബ്ലൗസ്. പല കളേഴ്സ്. 780. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പാണ് ഞാൻ സാധാരണയായിട്ട് മാജിക് ആവാൻ വേണ്ടി വാങ്ങിക്കുന്നത്. ഇതിനെ ഇഷ്ടപ്പെട്ട നമുക്ക് ഞാൻ സെലക്ട് ചെയ്യാം. ഇതാണോ ഹാഫ് ആൻഡ് ഹാഫ് ആണോ? അല്ല, ഇത് മുന്താനി മാത്രം ബ്ലാക്ക്. ബ്ലൗസും ബ്ലാക്ക് ആയിരിക്കും ചിലപ്പോൾ അല്ലേ? ബ്ലൗസും ബ്ലാക്കാണ്. ഇത് ചെറിയ പ്രിന്റ്. ഇത് എനിക്കിഷ്ടമുള്ള കളറല്ല ബ്ലൗസ്. നോ എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് അത്ര. ഗ്രീൻ വിത്ത് പിങ്ക്. ഇതങ്ങനത്തെ ഒരു ഗ്രീനാണ്. എൻ്റെ സെലക്ഷനിൽ വരില്ല ഇതൊന്നും. ഈ ടൈപ്പ് ഞാൻ അധികം എടുക്കാറില്ല ഈ കളേഴ്സ്. ഇത് ബ്ലൗസാണ്. ഇതതിൻ്റെ മുന്താണി. മെറൂൺ ആൻഡ് യെല്ലോ. ബ്ലൗസ് ഇതാ ബ്ലൗസ്. ഓക്കെ, മസ്റ്റർഡ് യെല്ലോ. ബ്ലൗസ് റണ്ണിങ് ആണോ? കോൺട്രാസ്റ്റ് ആണോ? അത് സെയിം കളറാണോ? സെയിം. ഡോട്ട്.
ഇത് 765. നല്ല പ്രിന്റ്. ഇത് ബ്ലൗസ്. ഡാൻസിങ് ഗേൾ. ഇത് ചെറിയ പ്രിന്റ്. കണ്ടു കഴിഞ്ഞാൽ ഒരു സിൽക്കിന്റെ പ്രിന്റഡ് സിൽക്കിന്റെ പോലത്തെ ഒരു ഡിസൈൻ, പക്ഷെ കോട്ടൺ. ബ്ലൗസ്. ഇതൊന്നും ബ്ലൗസ്. കയ്യിലിങ്ങനെ ഉണ്ട്, കയ്യിൽ അതിൻ്റെ ഒരു കൗണ്ടർ. സെയിം ആ ബ്ലൂവിൻ്റെ സെയിം ഗ്രീൻ ആണ് വിത്ത് യെല്ലോ. ബ്ലൗസ് ഇങ്ങനെ. എൻ്റെ ഫേവറേറ്റ് അല്ല ഈ കളർ. ബ്ലൗസ്. ഇതിൻ്റെ 2-3 കളേഴ്സ് ഉണ്ട്. ബ്ലൗസ് ബ്ലാക്ക്. ഓ, ഇതാണ് ബ്ലൗസ്. അതിൻ്റെ തന്നെ പിങ്ക്. സെയിം ബ്ലൗസ് ഇതേപോലെ ബ്ലോക്ക് പ്രിന്റ് പോലെ. ആ, ക്രോസ്. ഇതിങ്ങനെ വരുന്നേ, നമ്മളിങ്ങനെ സ്റ്റിഫായിട്ടല്ലേ കൊടുക്കുന്നേ. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നതല്ലേ, സ്റ്റിഫായിട്ട്. ഈ ടൈപ്പല്ലേ ഞാൻ കൊടുക്കുന്നേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മാജിക് കോളൻ പർച്ചേസിങ് ഇതാണ്. കോട്ടൺ ആണ് മോസ്റ്റ്ലി വാങ്ങിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോട്ടൺ കോട്ടയൊക്കെ വരും, വന്നു പോകും. ഇതെൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് ഇവിടുത്തെ. വേറെ സെക്ഷനാണ്, പക്ഷെ എപ്പോൾ ഞാൻ വന്നാലും ഓടി വരും. ഇവിടെ ഒരാളുണ്ടായിരുന്നു കന്ദസ്വാമി, പക്ഷെ കന്ദസ്വാമി ഇപ്പോൾ നാട്ടിൽ പോയി, തൽക്കാലത്തേക്ക് പോയിരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് പോവും, പിന്നെ വരും. ഒരു റോയൽ ബ്ലൂവിൽ അജറ പ്രിന്റ്, പക്ഷെ ലൈറ്റ് ഷെയ്ഡിലെ ബ്ലൗസ്. ഇത് സഫയർ മിക്സ് ആണ്. ആ, ഇത് നല്ല ഭംഗിയുണ്ട്, ബ്യൂട്ടിഫുൾ അല്ലേ? ഇത് നല്ല ഭംഗിയുള്ള സാരി. ഇത് ബ്ലൗസ്. ഇറ്റ്സ് എ നൈസ് സാരി. പല സാരീസും എൻ്റെ കയ്യിലുള്ള സാരീസിൻ്റെ കളറായിട്ടൊക്കെ ഒരു ക്ലാഷ് വരും, പക്ഷെ എന്നാലും എല്ലാം പുതിയതാണ്. ഇത് അത് വേറെ, ഇത് വേറെ, എല്ലാം ഡിഫറെൻ്റ് ആയിട്ട്. ഒന്ന് മാറ്റി തുടങ്ങിക്കോളൂ, നമുക്ക് ഫൈനലൈസ് ചെയ്യുന്ന ലാസ്റ്റ്. ഓക്കെ, ഇതൊരു ചേഞ്ച് ഉണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൗസ് ആയതുകൊണ്ട് ഇത് മാറ്റിക്കോ. വൈറ്റ് വിത്ത് ഗ്രീൻ. ആ, ഏകദേശം ഒരു ടൈപ്പ് എനിക്കുണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഗ്രീൻ. ഇത് നല്ല പാരറ്റ് ഗ്രീൻ, ഫ്ലൂറസെൻ്റ് എന്ന് പറയാം അല്ലേ? ഫ്ലൂറസെൻ്റ് ഗ്രീൻ. യെസ്, നല്ല ഭംഗി വിഷയം അല്ലേ? എനിക്ക് ഏതാണ്ട് ഇതുപോലത്തേക്ക് ഉണ്ട് കേട്ടോ. ഇതെന്താ വില? ഒരു മിനിറ്റ്. 785 തന്നെ എല്ലാം സെയിം. ഇതിന് ബ്ലൗസ് ഉണ്ടോ? ആ, ഇത് ഇഷ്ടമായി എനിക്ക്. നൈസ്, കൊള്ളാലോ. നമ്മുടെ സ്പോട്ടഡ്. ഇത് കൊള്ളാം കേട്ടോ, മാറ്റിക്കോളൂ. ഇത് ഭയങ്കര ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. വൈറ്റ് ആണ്, വൈറ്റ് വിത്ത് ഓറഞ്ച്. ആ, ബ്ലൗസാണ് എൻ്റെ ഹൈലൈറ്റ്. പോൾക്കോ ഡോട്ട്സ്, മെറൂൺ, റെഡ്. ഇതും ഡിഫറെൻറ്റ് മാറ്റാം. നല്ല സാരിയാ. ഇതിന് ഒരു ഭംഗിയൊക്കെ ഉണ്ട്. യെസ്, അപ്പോൾ ഇത് മാറ്റിക്കോളൂ. ശരിയല്ല, ആൾക്കാർ ഓരോരുത്തരായിട്ട് വരികയാണ്. അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കട അടയ്ക്കാറായി. എന്നെ കണ്ടുകൊണ്ട് വരുന്നതാണ് നമ്മുടെ പഴയ സുഹൃത്തുക്കളെല്ലാവരും. എത്ര വർഷമായി? 37 വർഷമായി. അല്ല, നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് അത്രയോ? പിന്നെ പഴയ കടയിൽ നിന്ന് നമ്മൾ അതെ അതെ അതെ, ഈ മോഡിഫൈ ചെയ്യുന്നതിന് മുന്നേ കാണുകയാണ്. കറക്റ്റ്. അപ്പോൾ പഴയ സുഹൃത്തുക്കളാണ് കേട്ടോ എല്ലാവരും. എനിക്ക് വലിയ സന്തോഷം. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു അറ്റ് ഹോം ഫീലിംഗ് ആണ്. കൂടുതൽ സാരി എടുക്കുക ഇവരുടെ അഭിപ്രായം നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ അവരാണ് ഫസ്റ്റ് അഭിപ്രായം പറയുന്ന ആൾക്കാർ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം എന്ന് പറയും. എന്നാൽ ശരി, എടുത്തോളൂ. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പോട്ടെ കാര്യങ്ങൾ. ഇത് ഏതാ? ജോർജറ്റ്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ്. പക്ഷേ വില നല്ല വിലയുണ്ട്. 2500 റേഞ്ച് അല്ലേ? അത് തന്നെ, ആ റേഞ്ചിൽ വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, നല്ല സോഫ്റ്റ്, ദേഹത്ത് ഇങ്ങനെ പറ്റി കിടക്കുന്ന ടൈപ്പാണ്. ഇത് ജോർജറ്റ്. എനിക്കിഷ്ടമാണ്. നമ്മൾ കൂടുതൽ ഉടുക്കുന്ന സാരീസാണ്. ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സാരി. റെഡ് ആൻഡ് യെല്ലോ. സമ്മർ. ഓറഞ്ച് മുന്താണിയും ബ്ലൗസും എല്ലാം. അത് കൊള്ളാം, ഇതും കൊള്ളാം, എല്ലാം കൊള്ളാം. എല്ലാം കൂടി എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് നോക്കിയേ, ഇതെല്ലാം ജോർജറ്റ്. ഇത് നല്ല സാരി. ഇതെന്താണ്? അത് തന്നെ, ഇത് യെല്ലോ ആണ് പക്ഷേ അല്ലേ? ഇത് യെല്ലോ ആൻഡ് ഓറഞ്ച്.
ഷോ നിങ്ങളിങ്ങനെ ഓരോ സാരി കാണിച്ച് എന്നെ പ്രലോഭിപ്പിച്ച് അവസാനം എല്ലാം കൂടെ മേടിക്കട്ടെ. പിന്നെ അവസാനം ഞാൻ മേടിച്ച് എൻ്റെ കാശെല്ലാം തീരും. ഇതും കൊള്ളാം, നൈസ്. ഇതിൻ്റെ ബ്ലൗസ് ഇതാണ്, ഓറഞ്ച് ബ്ലൗസ് പ്രിൻറ്റഡ്. ഇത് വന്ന് ബ്ലൗസ്. ആ ഇതൊക്കെ എന്താ എന്നാ വില? 2600. ഈ ലിനനല്ലേ 2600? വിലയും അറിയണമല്ലോ. 27. നല്ല ബ്യൂട്ടിഫുൾ സാരീസ്. ഇതെന്താ മെറ്റീരിയൽ? ഓർഗൻസ. പക്ഷേ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഓർഗൻസയാണോ? സോഫ്റ്റ് ഓർഗൻസാ. ഓ അത് ശരി. ഇത് പാർട്ടി വെയർ ആണോ? പാർട്ടി വെയർ. ഇത് മുന്താണിയുടെ ഭാഗമാണ്. ഇങ്ങനെ താഴത്തെ ബോർഡറും ഇങ്ങനെ വരും. പക്ഷെ വേറെ ബ്രൈറ്റ് കളേഴ്സ് ഇല്ല. നല്ല ഭംഗിയുണ്ട്. ഇതെന്താ വില? 2635. ഓക്കെ. സോഫ്റ്റ് ഓർഗൻസ്. അതേ നോക്കിയേ, ഡിജിറ്റൽ പ്രിന്റ് സോഫ്റ്റ് ഓർഗൻസ. ഇതിങ്ങനെ കറങ്ങി കറങ്ങി വരും. സൂപ്പറാണ്. ബ്ലൗസ് ഉണ്ടല്ലോ ഇതിനകത്ത്. പിന്നെ വരും ഇതൊരു കളറ്, ഇത് മറ്റൊരു കളറ്. സെയിം പ്രിന്റ്, സെയിം ടൈപ്പ്, സെയിം കാറ്റഗറി. സോഫ്റ്റ് ഓർഗൻസ, പാർട്ടി വെയർ ട്രസ്സർ. ഇതൊക്കെ എന്താ വില? എല്ലാം ഒരു 2000 റേഞ്ചാണ് അല്ലേ? ഓൾമോസ്റ്റ്. കോട്ടൺ മാത്രം 700 സംതിങ്. ആ ഇത് ഫുൾ വർക്ക് ചെയ്തിട്ടല്ലേ? ഇത് ബനാറസി പ്രിൻ്റാണ്. പക്ഷേ ഇത് എന്താണ് മെറ്റീരിയൽ? ഷിഫോണോ? ലൈറ്റ് വെയ്റ്റ് ഷിഫോൺ. എന്ത് വില ഇത് നോക്കട്ടെ? 2000. ഇത് അത് തന്നെ. 2600, 2800 ആ റേഞ്ച്. പേസ്റ്റൽ കളേഴ്സാണ്. ആ പിങ്ക് എന്നിടത്ത് തന്നെ ഉള്ളിത്തൊലിയുടെ കളറാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് ബനാറസി പ്രിൻ്റുള്ള എന്താണിത്? ജോർജറ്റ്. 2680 ആ റേഞ്ച്. ഇതിൻ്റെ പേസ്റ്റൽ കളേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാം പേസ്റ്റൽ കളേഴ്സ്. നൈസ്. പീച്ചുണ്ട്, പിങ്ക്, പീച്ച്, അതെ, ഗ്രീൻ എല്ലാം ഉണ്ട്. ആഷ് അല്ല ഭംഗി കേട്ടോ, അടിപൊളി. ഇത് കൊള്ളാം, അത് കൊള്ളാം. 2600 സംതിങ് അതേ ഉള്ളൂ. ബനാറസി ടൈപ്പ് ഷിഫ്. ഇത് ജോർജറ്റ് അല്ലേ? ജോർജറ്റ് ലൈറ്റ് വെയ്റ്റ്. ഓക്കെ, കൊള്ളാം. ഓർഗൻസാണ്. 1300 സംതിങ്ങേ ഉള്ളൂ. വില കുറവാണ്. പക്ഷേ ഒരു അങ്ങനെ ഉടുക്കാൻ പറ്റുന്നവർക്ക് നല്ലതാണിത്. നല്ല എന്താ പറയുക, നല്ല ബ്ലൗസിൻ്റെ കൂടെ, വർക്ക് ചെയ്ത ബ്ലൗസിൻ്റെ കൂടെ എല്ലാം അല്ല ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ നല്ല തിക്ക് ലെങ്ത്തുള്ള ബ്ലൗസ് ഇട്ടാൽ മതി. ഇങ്ങനെ ഇടുമ്പോൾ ഇറങ്ങി കിടക്കുന്ന ബ്ലൗസ്, ദാറ്റ് ഈസ് കവേർഡ് ബ്ലൗസ് ഇട്ടിട്ട് 1 ലെയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 1330. ഇതിൻ്റെയും കുറേ കളേഴ്സ് ഉണ്ട് അല്ലേ? നൈസ്. ഇതിൻ്റെ മഞ്ഞ ബ്ലൗസും ഇതും കൂടി വരുമ്പോൾ സൂപ്പർ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഈ ബ്ലൗസ് തന്നെ ചിലപ്പോൾ ഞാൻ ഇടണമെന്നില്ല, എന്നാലും ഞാൻ പറയാണ്. ഈ ബ്ലൗസ് ഇടാൻ തികയില്ല ചിലപ്പോൾ തുണി. ഇതേ സാധനം തന്നെ കോൺട്രാസ്റ്റ് വേറൊരു കോൺട്രാസ്റ്റിലുണ്ട്. സെയിം. ഇത് രണ്ടും സെയിം മെറൂണാണോ? കുറച്ച് വ്യത്യാസമുണ്ട്. വിത്ത് വയലറ്റ് ബോർഡർ. നൈസ്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് മെറ്റീരിയൽ പോലെ. ഏത് കൊള്ളാം? നിങ്ങൾ രണ്ട് സൂപ്പർ തോന്നി. യൂണിക് ആയിട്ടുള്ള കളർ ഇതാണ്. യെല്ലോ എപ്പോഴും കാണുന്നതാണല്ലേ? എപ്പോഴും കാണുന്നില്ലേ? ഇത് ഒരു റയർ കളർ. നൈസ് അല്ലേ? ഇതൊക്കെ നോക്കിയാൽ ഇതെല്ലാം ലിനൻ്റെ സാധനങ്ങൾ. സോഫ്റ്റ് ലിനൻ. ഓക്കെ, ഞാനെടുത്ത സാരീസിൻ്റെ കളക്ഷനിലേക്ക് പോകുന്നു. അതെ, ഏകദേശം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മാജിക് അവന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒന്നിത്. പക്ഷെ ബ്ലൗസ് ചിലപ്പോൾ സമയത്തിന് തയ്ച്ച് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ബ്ലൗസ് എടുത്തിടും ഞാൻ. പക്ഷേ ഇതെന്തായാലും ഈ ബ്ലൗസ് തയ്ച്ചിട്ടേ ഇടുന്നുള്ളൂ. വൈറ്റിൽ പോൾക്കോ, അതെനിക്ക് അത്ര ഇഷ്ടമായി. ഇതാണ് ഞാൻ എടുത്തു കഴിഞ്ഞ സാരീസ്. യെസ്, 1 2. ആ ഇനി ഇതും എടുത്തു. മൂന്നാമത്തെ സാരി ബ്ലാക്ക് ബ്ലൗസ്. പിന്നെ നാലാമത്തെ സാരി ഇതല്ലേ?
royal blue, in blue with ഓക്കെ, ഇത് 4-മത്തെ. ഇതാണ് എൻ്റെ ബ്ലൗസ്. ചില ബ്ലൗസൊക്കെ ഞാൻ മാറി മാറി ഇടും കേട്ടോ, ഇത് തന്നെ ഇടണം നിർബന്ധമില്ല, അത്രയ്ക്ക് ബ്ലൗസ് ഇഷ്ടമായാലേ ഇടുള്ളൂ. ഇനി ബാക്കി എവിടെ പോയി? 5. ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബ്ലൗസ്, ബ്ലൗസ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. ഇവർ ഇനിയും കുറേ പേരുണ്ട്, അവരൊക്കെ ഇന്നിപ്പോൾ നേരത്തെ പോയി അല്ലേ, സ്ഥലത്തില്ല. ഇങ്ങോട്ട് വന്നാൽ മതി, എന്നെ ചുമന്നുകൊണ്ട് നടക്കും. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മേടിപ്പിച്ചിട്ട്. ഇതെടുത്തു. ഇതൊരു കോട്ടൺ കോട്ട യെല്ലോ, ഇതെടുത്തു ബ്രൈറ്റ് വൺ. ഇതിപ്പോൾ അല്ലാണ്ട് ജോർജറ്റിൻ്റെ ഇതെടുത്തു. ഇത് ബ്ലൗസ് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഇതും കൂടി എടുത്തു. ഇതൊരു ബനാറസി ജോർജറ്റ്, ഇതൊരു ജോർജറ്റ്, ഇതൊക്കെ എടുത്തതാണ്. പിന്നെ ഇതെടുത്തതാണ്. പിങ്ക് ഇതെടുത്തു വിത്ത് ദിസ് ബ്ലൗസ്. അപ്പോൾ അതെ അതായി. ഇതെല്ലാം ബനാറസി പ്രിൻ്റിൻ്റെ പല പല പേസ്റ്റൽ ഷെയ്ഡ്സ്. ഇതെല്ലാം ജോർജറ്റ് സാരീസ്. ഓക്കെ, അതിലാണ് ഞാൻ എടുത്ത എന്താണ് ഗ്രേ. ഇത് ഞാനൊരു റെഡ് ബ്രൊക്കേറ്റ് ബ്ലൗസിൻ്റെ കൂടെ നല്ലതായിരിക്കും. ബ്ലൗസിൻ്റെ ഉണ്ട് റെഡ്. അല്ലെങ്കിൽ ഒരെണ്ണം കൂടി എടുത്തേക്ക്. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 8 സാരി നമ്മുടെ മാജിക് ഓവിന് വേണ്ടി ഒരു 8 എപ്പിസോഡിനുള്ള സാരിയായി. അതായത് 8 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ 2 മാസത്തേക്കുള്ള സാരിയായി. ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രാവൽ വ്ളോഗിൽ എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സാരിയും കൂടെ വേണം കേട്ടോ, ഓറഞ്ച് ആൻഡ് ഗ്രീൻ, അതും കൂടി തന്നോളൂ. അത് 2 എണ്ണം. പിന്നെ ഇതെന്തെങ്കിലും ഒരു പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് റെഡോ മെറൂണോ വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം. ബ്രൊക്കേറ്റ് ബ്ലൗസ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാനിങ്ങിലാണിപ്പോൾ ഞാൻ. ഗ്രീൻ ആൻഡ് ഓറഞ്ച്, ഇതെനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഓക്കെ, എല്ലാം എടുത്തോളൂ. വർക്ക് ചെയ്ത സാരി ഓർഗൻസയിൽ 4000-ന് മുകളിലാണ്, 4300 സംതിങ്. ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട് ഇവിടെ കളക്ഷൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ആർട്ട് സിൽക്കാണ് അല്ലേ? കുറച്ച് ആർട്ട് സിൽക്ക്. ഇത് ആർട്ട് സിൽക്കിൻ്റെ ആണ്. 1950. ഏതാണ്ട് 2000-ന് ഒരു 50 രൂപ കുറയും. കോൺട്രാസ്റ്റ് ബ്ലൗസുമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് ഒരു സിൽക്കിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സാരി. പക്ഷെ റിയൽ സിൽക്ക് അല്ല, ഒരു ആർട്ടിഫിഷ്യൽ സിൽക്ക്. ലുക്കുണ്ട്. അത് തന്നെ. ഇതൊക്കെ കുറച്ച് കോട്ടൺ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കോട്ടൺ. ഇതെല്ലാം ഡിസ്പ്ലേ കോട്ടൺ അല്ലേ കിടക്കുന്നത്? മൈക്രോ കോട്ടൺ. ബംഗാൾ കോട്ടൺ ഒക്കെ ഉണ്ട്. 895 പോളി കോട്ടൺ. ഇങ്ങനത്തെ പോളി കോട്ടൺ ആണ്. ഇവിടെ എല്ലാം തൂക്കി ഇട്ടിരിക്കുക. കുറേ ഉണ്ട് ബംഗാൾ കോട്ടൺ ടൈപ്പ് എല്ലാം. പല ടൈപ്പ് ഓഫ് കോട്ടൺ ഉണ്ട്. ഇതൊക്കെ വേറെ ടൈപ്പ് കോട്ടൺ. ഡാക്ക കോട്ടൺ. ഇതൊക്കെ എന്ത് വില? 4500. ഇത് റിയൽ ഡാക്ക കോട്ടൺ ആണ്. അല്ല, പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, വീവിങ് ആണോ? ഓക്കെ, അതാണ് ഇത്ര വില അല്ലേ? ഓക്കെ, വീവ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ എല്ലാം വീവ്ഡ് ആണ്. 4000 സംതിങ് ആണ്. ഡാക്ക കോട്ടൺ, പ്യുവർ ഡാക്ക. ഇതെല്ലാം കുറച്ച് സെമി ജൂട്ട് അല്ലേ? കുറച്ച് വില കുറഞ്ഞ ജൂട്ട് സാരീസാണ്. സെമി ജൂട്ട് എന്ന് പറയും. അപ്പോൾ വില കുറവെന്ന് വെച്ചാൽ 1500 സംതിങ് അല്ല, 1200, 1300 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ജൂട്ട് സാരി പോലെ തോന്നും. ബ്ലൗസ് ഉണ്ടോ ഇതിന്? ബ്ലൗസ് സെമി ജൂട്ട്. അതിൽ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. ഞാൻ എടുക്കുന്ന ടൈപ്പല്ല, എങ്കിലും ഞാൻ പറയുവാണ് ഇവിടെ ഇതുണ്ടെന്ന് പറയാനായിട്ട്. സെമി ജൂട്ട്. ബോഡി പ്ലെയിൻ ആണ്. മുന്താണിയുടെ അവിടെ വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസും ഉണ്ട്. 1300 ഉള്ളൂ. സെമി ജൂട്ട്. അതുള്ള കേട്ടോ, നല്ല ഭംഗിയുണ്ട്. 2165 ബാലുശ്ശേരി കോട്ടൺ. അടിപൊളി ത്രെഡ് വർക്ക്. ഇതിന് ബ്ലൗസ് ഉണ്ടോ? വിതൗട്ട് ബ്ലൗസ്. ഓക്കെ, ബാലുശ്ശേരി കോട്ടൻ്റെ വേറെ ഒരെണ്ണം. ഇത് ലൈറ്റ് ഷെയ്ഡ്. അയ്യോ, എന്ത് ഭംഗിയായിരിക്കുന്നു ലൈറ്റ് ഷെയ്ഡാണ്. സാധാരണ എത്ര ലൈറ്റ് ഷെയ്ഡ് ഞാൻ പോകുന്ന ആളല്ല. ഇത് 3440 ആണ്. പക്ഷെ അതിമനോഹരമായൊരു സാരി. 3450. ഇത് 2100. ഇത് കുറച്ചുകൂടെ കുറച്ചുമാണ്. പക്ഷേ ഇതും ഭയങ്കര ഭംഗിയുണ്ട്. ഇതെന്തുവാ? അത് ജൂട്ടിൻ്റെ. 1800 സെമി ജൂട്ട്. പല്ലു ഒക്കെ കുറച്ച് ഇത് പെയിൻ്റ് ആണോ? എന്താണ്? ഡിജിറ്റൽ പ്രിൻറ്റ്.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് സെമി ജൂട്ട്. ബ്ലൗസും ഡിഫറെൻറ്റാ. ഇതാണ് എൻ്റെ ബ്ലൗസ്. കലംകാരി പ്രിന്റ് ബ്ലൗസ്. കണ്ടു കഴിഞ്ഞാൽ ഒരു സിൽക്ക് ജൂട്ട് പോലെ തന്നെ ഇരിക്കല്ലേ, റിയൽ സിൽക്കിൻ്റെ ലുക്ക്. 1800. പക്ഷെ ഭയങ്കര രസമുണ്ട്. മുന്താണിയൊക്കെ നല്ല ഭംഗി. നൈസ്. ഇതെന്താ ഇതിൻ്റെ തന്നെയല്ലേ ബാലുശ്ശേരിയുടെ? വേറെ ടൈപ്പ്. പക്ഷേ ഇത് രണ്ടുമാണ് ക്ലാസിക്. ഇതിന് വില ആ എന്താ വില? 29. എന്നാലും ദിസ് ഈസ് ദ ബെസ്റ്റ്. സെമി ജൂട്ട് ഫുൾ പ്രിന്റഡ്. ഓ ഒരു സിൽക്ക് സാരി മാതിരി കിടക്കും അല്ലേ? ജൂട്ട് സാരിയുടെ ഒറിജിനൽ ജൂട്ടിനെ വെല്ലുന്ന രീതിയിലുള്ള സെമി ജൂട്ട്. ബ്ലൗസ് കോൺട്രാസ്റ്റ് വേറൊരു ഡിസൈനിൽ ബ്ലൗസ്. അവർക്ക് കട അടയ്ക്കാൻ സമയമായി. ഞാനിവിടെ നിന്ന് സമയം കളയുക. പർച്ചേസ് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ കട അടച്ചു. എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് അവരുടെ ജോലിയെല്ലാം ഫിനിഷ് ചെയ്തു. ഇനി താഴെയാണ് ബില്ല് പേ ചെയ്യാനായിട്ട് പോകുന്നത്. താഴെ ഷോപ്പിംഗ് കഴിഞ്ഞ് കട അടച്ചിട്ടാണ് പോകുന്നത്. കൊള്ളാം. എല്ലാ മാനിക്യൂൻസിനെയും ഉടുപ്പൊക്കെ ഇടിച്ച് കഴിഞ്ഞു കേട്ടോ. കട അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് കാണാം. ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലേ? എല്ലാവരും നൈറ്റ് വെയറിലേക്ക് മാറിക്കഴിഞ്ഞു. ഓൾ കവേർഡ്. ഇനി നാളെ രാവിലെ ആകുമ്പോഴേ ഇവരെല്ലാം ഈ മേൽവസ്ത്രം മാറുള്ളൂ. അങ്ങനെ സ്റ്റാഫ് എല്ലാവരും പോകുന്നു, കൂട്ടത്തിൽ ഞാനും പോകുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. നമ്മളിത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. നോക്കി ഇവിടുത്തെ തിക്കും തിരക്ക്. ഇപ്പോൾ രാത്രി സമയം ഏതാണ്ട് 9 മണിയായി. പക്ഷേ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. കച്ചവടക്കാരും ഒക്കെ സജീവമാണ്. ഇത് നൈറ്റ് സ്റ്റേ അങ്ങെന്ന് പറയുന്ന പോലെയാണ് ക്ഷേത്ര പരിസരം. അങ്ങനെ നമ്മൾ ക്ഷേത്ര നഗരിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ കറങ്ങി നമ്മൾ കിഴക്കേ കോട്ട വഴിയാണ് വന്നത്. ആ കോട്ടയിൽ കൂടെ കയറി എല്ലാം തിരക്ക് പിടിച്ച സ്ഥലമാണ്. പത്മതീർത്ഥക്കരയിലൂടെ ഇച്ചിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കോളനി എത്തും. ഇനി അടുത്ത തിരക്കെന്ന് പറയുന്നത് ഈ നേരെ കാണുന്ന തിരക്കാണ്. അത് രാമചന്ദ്ര സ്ട്രീറ്റ്. അവിടെയും ഇതേപോലെ തിരക്കാണ്. ഷോപ്പിംഗ് ഏരിയയാണ്. ആൾക്കാർ 9 മണിയായിട്ടും കടയൊന്നും അടച്ചിട്ടില്ല. ഇപ്പോഴും സജീവമാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഇതുപോലെ ചാല ബസാറ്, ഈ രാമചന്ദ്ര സ്ട്രീറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. സത്യം പറഞ്ഞാൽ വലിയ പൈസ എല്ലാം കൊടുത്ത് വലിയ കടകളൊക്കെ ഇട്ടിരിക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി നഷ്ടമാണെന്ന് പറയാം. ഇതുപോലത്തെ ചെറിയ ചെറിയ കടയ്ക്കാണ് ഇപ്പോൾ ഭയങ്കര മാർക്കറ്റ്. ഓക്കെ, ഇവിടുത്തെ തിരക്ക് അയ്യോ നമ്മുടെ കോളനിയിലേക്ക് കയറുന്നു. ഇവിടെ പാർക്കിംഗ് ആണ് എപ്പോഴും ഇഷ്യൂ. ട്രാഫിക് ഇഷ്യൂസാണ്. ഒരു സൈഡിൽ മാത്രം വണ്ടി പാർക്ക് ചെയ്താൽ ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ 2 സൈഡിലും റോഡിൻ്റെ 2 വശത്തുമായിട്ട് ആൾക്കാരുമുണ്ട്. ബൈക്ക് പാർക്ക് ചെയ്യും, കച്ചവടക്കാർ വന്ന് ഇതൊക്കെ ഒരു എന്താ പറയുക എൻക്രോച്ച്മെൻ്റാണ് റോഡിലേക്ക്. പക്ഷേ ഇതൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. അധികാരികൾ കണ്ടാൽ കണ്ണടയ്ക്കുന്നതാണോ എന്താണെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ ഒന്നും സംഭവം നടക്കുന്നില്ല. 2 സൈഡിൽ, ഒരു സൈഡ് മുഴുവൻ ഈ കച്ചവടക്കാർ, ഇപ്പോഴത്തെ സൈഡ് മുഴുവൻ ബൈക്ക് കൊണ്ടുവച്ചിരിക്കുന്നു. പാർക്കിങ്, വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ട്. ഇത് നമ്മുടെ റെസിഡൻഷ്യൽ കോളനിയാണ്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാ എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. 3 എൻട്രൻസ് ഉണ്ട് കോളനിക്ക്. പക്ഷേ എല്ലായിടത്തും, പ്രത്യേകിച്ച് ഈ സ്ഥലത്താണ് ഏറ്റവും തിരക്ക്. ഞാൻ ഈ വഴി വരുന്നത് കഴിയുന്നിടത്തോളം ഒഴിവാക്കാറുണ്ട് ഈ എൻട്രൻസ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഇതുവഴിയും പോകും. അപ്പോൾ ഇതാണ് പ്രശ്നം. നോ പാർക്കിംഗ് ബോർഡ് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യാറില്ല. 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് പാർത്താസിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന്, അല്ലേ? ശരിയല്ലേ?
അങ്ങനെ ഒരു ബാഗ് നിറച്ച് സാരിയുമായി തിരിച്ചെത്തിയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് കുക്കിംഗ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.